അമ്മോശനും വരുമാനം ഒരേ ഡ്രസ്, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. വണ്ടി കയറിയപ്പോഴും ഓരോരുത്തർ ശരിക്കും നോക്കിയപ്പോ ആ വരുമ്പോ കയ്യുമ്പോ ഉണ്ടായിരുന്നില്ല. ആ കപ്പത്തിന് ഞാൻ പോയതൊക്കെ നോക്കി വേഗം അത് കണ്ടു. മുക്കല്ലേ ഞങ്ങൾ കറക്റ്റ് സമയത്ത് വേഗം ഇട്ടാവുകൊണ്ട് എന്നാ ചോദിക്കണോ ഓഡിയൻസ് ഒക്കെ ഉണ്ണിക്കുട്ടൻ എവിടെ, ഉണ്ണിക്കുട്ടനോട് കാണാനില്ലല്ലോ. ഇസിട്ടൻ ഇന്ന് ബീച്ചിക്ക് വരുന്നത്, ഇസിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോവാണ്. ഈ പാത്രം വെറുതെ ഇരിക്കണോ? അത് വേണമെങ്കിൽ ഇനി വിലക്കും പൈസ തരുമോ? അപ്പൊ നീ ബീച്ചിൽ കുളിക്കാനില്ല. ഓൻ ഇവിടെ ഷായിസ്തന്റെയും പയ്യന്റെയും കൂടെ കളിക്കാണ്. ഗേൾ ഫ്രണ്ട്സ് മുടി വേണ്ടിട്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ പിന്നെ കറിയുമ്പോഴാണ് ഒരു ഭംഗിക്കുറവ് കേട്ടോ. ഇടക്കൊക്കെ ചെയ്യണം. ബീഫ് ഉച്ചക്കെന്ന് പറഞ്ഞിട്ട് രാവിലത്തെ കോഴ്സ് രണ്ട് കണ്ടെടുത്തോ? പഴവും ഇവിടെ കരഞ്ഞ് കരഞ്ഞ് വെല്ലിമല മൂത്ത്. പക്ഷെ ഞങ്ങൾ ഓനെ ഒഴിവാക്കിപ്പോ, ഓനെ സ്വയം പര്യാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂത്തോട്ടിനെ. ഇന്ന് ഗൈസ് മറ്റേ ഞങ്ങള് പറഞ്ഞില്ലേ ഫുഡ് ഉണ്ടാക്കി മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ ഇന്ന് നമ്മള് ഗാദറിങ്, അവിടെ ഗാദറിങ് ഇവിടെ ഗാദറിങ് ഇപ്പൊ അത് കാരണം ഒരു ശനി ഞായറും ഞങ്ങൾ നല്ല ഗ്യാദർ ചെയ്യും. പിന്നെ ആ 2 വീഡിയോ ഇടുമ്പോ ഞാൻ നീക്കുകയും പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതായിട്ട് കാഴ്ച വെക്കുന്നതായിട്ടും സുലുണ്ട്, ഞാൻ അസിസ്റ്റന്റ് ആണ്. കുഞ്ഞിപ്പത്ത് ഇന്നസെന്റ് ആക്കി ഞങ്ങൾ അസിസ്റ്റന്റ്. ഞാൻ സുലുന്റെ ഷിക്കായത്തെ ഡ്രസ്സാണ് ഇങ്ങനെ നൈറ്റ് വെയർ വിത്ത് പാന്റ് കാണിച്ചു. തേങ്ങ മമ്മീനെ കുറച്ച് ജോലി കഴിഞ്ഞിട്ട് അപ്പൊ ഡാഡി ഇന്ന് മൂളുന്നതിന് മുന്നേ ഫേമസ് ആണ്. ഞങ്ങൾ എന്തിനു ചെയ്യുമ്പോ നമ്മൾ 2 മണിക്ക് പോകണ്ടോ പാപ്പ കാരണം അതൊന്നും നടക്കാറില്ല ആക്ച്വലി. അപ്പൊ എല്ലാത്തിനും വാപ്പന്റെ ഒരു മൂളലുണ്ടാവും. അമ്മച്ചി പ്രത്യേകം പറഞ്ഞിരിക്കണേ വാപ്പാനെ കൊണ്ട് രാവിലെ തന്നെ മൂളിക്കരുത്, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഉമ്മമാരെ പണി കഴിഞ്ഞ് പോയി. അല്ലെങ്കിൽ ഞാനെങ്കിലും മേക്കപ്പ് ക്ലാസ് അപ്പൊ സുലൂടെ താഴത്ത് വിളിച്ചു ചോദിക്കും, നബില എന്നെ കഴിഞ്ഞോ ചോദിക്കും പാപ്പ. അങ്ങനെ ഫുള്ളിന്റെ മൂളലാക്കി എന്തായാലും മൂളും. അപ്പൊ ഏറ്റവും കൂടുതൽ മൂളൽ ഏറ്റവും അങ്ങനെ ഞാനങ്ങനെ. അപ്പൊ വേഗം പണികൾ തകർത്തിടിച്ചല്ലേ. അപ്പൊ ഞാൻ അത് തേങ്ങ ചേർന്ന് സുലു പൊടി വാട്ടുന്നു. ആൺകുട്ടിയെ പെൺകുട്ടിയെ അറിയണോ? അതെ, തേങ്ങ വെട്ടിക്കൊണ്ട് തേങ്ങ ഇങ്ങനെ നെടുക ഇങ്ങനെ വെട്ടുമ്പോ കണ്ണുള്ള ഭാഗം വലുതായി എനിക്ക് പെൺകുട്ടി അങ്ങനെ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആൺകുട്ടി. ഞാൻ പരീക്ഷ ചീത്ത തുടങ്ങി. നമുക്ക് ഇന്ന് റിവെഞ്ച് എടുക്കുന്ന സുഖം. 1 മണിയാകുമ്പോൾ മടാള് അതും അറിയേ 1 മണിക്ക് ഞങ്ങൾക്ക് ഇന്ന് ഒരുങ്ങിയിട്ട് ഞങ്ങൾ വിയർത്താനും വേണ്ടില്ല. നമുക്ക് ഒരുങ്ങണം. ഞാൻ ബാക്കിയുള്ള ബ്ലഷൊക്കെ താഴത്തേക്ക് ഒന്നും വാപ്പ അറിയാതെ സൈഡിലൂടെ കെട്ടണം, എന്നാലും വേണ്ടില്ല. മോളിന് വേഗം ഇറങ്ങി വരണം. അതാണ് ഇപ്പൊ ആഗ്രഹം. ഞാൻ ബാക്കി വെക്കുമ്പോൾ സുലു ഇന്നു മോളെ കൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ സമ്മതിച്ചില്ല കൈസ്. ഇത് ചെറുത് വരുന്നത്. അപ്പൊ അമ്മച്ചിക്ക് ഉമ്മക്ക് ഓൾവേസ് ആൺകുട്ടി പെൺകുട്ടി ഇതാണ് വലുത്. അതാണ് അമ്മ പൊട്ടിച്ചാലുണ്ട്. ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്നു സുലു. അങ്ങനെ കുട്ടി ഇത്ര പെട്ടെന്ന് ആഗ്രഹിക്കണ്ടെന്ന് ഓളെ കൊണ്ട് പൊട്ടിച്ചിക്കുക. അങ്ങനെ വേണം. എന്റെ ജെൻഡർ റിവീൽ നടത്താൻ പറ്റും. തേങ്ങ ചിലവാൻ ഞാൻ തന്നെ വേണ്ടി വന്ന ആ കാണിച്ചത് എന്റെ വലിയ കൈ. ഓളെ വലിയ കയ്യിൽ അതൊക്കെ മാച്ചാണ്. കുഞ്ഞാത്ത കയ്യിൽ കൊണ്ടില്ല. അപ്പൊ ഞാൻ പടിയൊന്ന് മാറ്റി വിട്ടു. ഞാൻ വലിയ തേങ്ങ ഉപേക്ഷിച്ച് എന്റെ കൈക്ക് മാച്ചായി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ബീഫിലൊക്കെ നമുക്ക് ഈ അരപ്പ് കുറച്ച് ചേർക്കണ്ടേ ഗൈസ്? ഞങ്ങളിപ്പോ ഇങ്ങനെ തലക്കെട്ടിട്ട് തേങ്ങ ചിരവുന്നു, ചെറിയുള്ളി തൊലിക്കുന്നു, ഇങ്ങനെയൊക്കെ കേട്ടോ. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഫുൾ ഇന്നും ഞങ്ങൾ ഫ്രീ. അപ്പൊ ഞങ്ങൾ ഇതൊന്നും ചെയ്തത് ഞങ്ങൾ ഓർക്കരുത്.
ഞങ്ങളപ്പോ ഫുൾ ഫ്രീ ഡാൻസും അത് ട്രാൻസ്ഫോർമേഷൻ റീലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ വൈബകരം. ഇപ്പൊ ഞങ്ങൾ തലകെട്ടൊക്കെ ആയിട്ട് നാടൻ വൈബാണ്. ശരിക്കും ചാവക്കാടേക്ക് ഞങ്ങൾക്ക് 2 വണ്ടിയിലൊക്കെ പോവാ. പക്ഷെ ഞങ്ങൾ ട്രാവലർ ആക്കിയത് ഞങ്ങൾക്കൊന്ന് അടിപൊളി ഒന്ന് വൈബ് സെറ്റാണ്. ചാവക്കാടേക്ക് ഒരു 1.5 മണിക്കൂറുണ്ടോ ഗൈസ്? കൊണ്ടുകൊണ്ടുണ്ട ഫ്രണ്ടാ കത്തിച്ചു കൊടുക്കും. കുഞ്ഞിപ്പത്തലിന്റെ റെസിപ്പി ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പണി പാടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇതുപോലെ പത്തിരിക്കുള്ള മാവ് വാട്ടുന്നേക്ക് തേങ്ങന്റെ അരപ്പും ചെറുള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ മാവാക്കിയതിന് ശേഷം ഇതുപോലെ ഈ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് അത് പിന്നെ സെപ്പറേറ്റ് പുഴുങ്ങി എടുത്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ആണെങ്കിൽ ചിക്കന്റെ കറി അല്ലെങ്കിൽ ബീഫിന്റെ കറിയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് കുക്ക് ചെയ്യേ വേണ്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ബീഫിന്റെ കറിയിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ എന്നും പറഞ്ഞ് അത് അങ്ങനെ ആയി കിട്ടും. അതോടെ പണിപാളി. ഇന്നുമോളോടെ ബൺ മസ്ക ഉണ്ടാക്കാനുണ്ടോ, നല്ല ടേസ്റ്റുമാണ്, ഈസിയാണ്. ഇതുപോലെ ബട്ടർ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് ഈ ബണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഉണ്ടാക്കാനും ഈസിയാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ആദ്യം പറഞ്ഞ പ്രവർത്തനം ഇന്നലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കുറെ അടിപൊളി വെറൈറ്റി ഐറ്റംസ്. ഞാൻ എൻ്റെ സൈഡിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കാം, ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഡിസംബർ മാസമല്ലേ, ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കേക്കൊക്കെ കഴിക്കുന്ന ഒരു സമയമല്ലേ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോ കേട്ടോ. റോയൽ പ്ലം കേക്ക്, ബ്രൗണി വിത്ത് വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ എക്സ്പ്രസ് സ്പെഷ്യൽ ഫ്രൂട്ട് ഐസ്ക്രീം, ക്രഞ്ച് ചോക്കോ, പിന്നെ ന്യൂട്രല്ല കുനാഫ ടോപ്പ്. എല്ലാം കാണാനും ഡിഫറെന്റ് ആയിരുന്നു, അതുപോലെ ടേസ്റ്റും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ ക്രഞ്ചി ചോക്കൊക്കെ എന്ത് ടേസ്റ്റ് ആണെന്നറിയും, നല്ലൊരു ക്രഞ്ചി ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെയൊക്കെ. അപ്പൊ എന്തായാലും ഓർഡർ ചെയ്തോ കേട്ടോ, ഡിസംബർ മാസമല്ലേ. അപ്പൊ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഹോം ഡെലിവറി ചെയ്തു തരും. ഞാനിങ്ങനെ ഓർത്തത് പിക്നിക്ക് പോണ അന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അപ്പൊ വാങ്ങിച്ചാൽ മതി, എല്ലാവരും കൂടി കഴിക്കായിരുന്നു എന്നൊക്കെ. ഇൻഷാല്ലാ ഇനി വേറെ സമയത്താവട്ടെ. അപ്പൊ ഞാൻ വീഡിയോയുടെ ബാക്കി വിശേഷങ്ങൾ ഇവിടെ ആകെ ഇനി കുറച്ചു നേരം യുദ്ധമാക്കാറ് ഇവിടെ കേട്ടോ. മേക്കപ്പ് ബോക്സ് ഒക്കെ എല്ലാരും കൊണ്ടുവരും, പക്ഷെ ആരും ഉപയോഗിക്കണമെന്ന് മാത്രം. എന്റെ മേക്കപ്പ് ബോക്സ് എല്ലാം ഉണ്ടാവും കണ്ടോ, സെറ്റഫില്ലായി ന്യൂട്രിഡം ആയി തുടങ്ങി ഉപയോഗപ്പെടേക്കാരെന്ന്. ഇന്നുമോളും ഇവരൊക്കെ മാച്ചാ. ഇന്നുമോള് അസുട്ടൻ അല്ല വാപ്പ സെക്യൂർ ഇവരൊക്കെ ഡ്രസ് കോഡ് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് ടൂറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മള്. ആയിക്കോട്ടെ നമുക്ക് വീടെടുത്തുണ്ടേ. ഓക്കെ, നമ്മൾ വീണ്ടും പഴയ തൊപ്പിയൊക്കെ ഇത് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ തൊപ്പിയൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തൊപ്പിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളത് ലേഡീസിന്റെ തൊപ്പിയാണത്, ലേഡീസിന്റെ. ഇവിടെ തന്നെ സൈക്കാൻ വേണ്ടി ബീച്ചിൽ പോകുന്നു, ബീച്ചിൽ നിന്ന് കളിക്കാൻ വേണ്ടി. അല്ല ഇന്നത്തെ പോക്കിന്റെ മെയിൻ ഹൈലൈറ്റ് മരുമോനും അമ്മായിച്ചനും ഒരേ ഡ്രസ്, അമ്മായിച്ചനും മരുമോനും ഒരേ ഡ്രസ്. അതെ, അമ്മോശനും മരുമോനും ഒരേ ഡ്രസ്, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പക്ഷെ ഇട്ട് വന്നപ്പോ ഒരുപാട് പേര് ബ്ലാക്ക് ആട്ടോ ഒന്ന് അല്ലേ. അത് ഇങ്ങനെ ഇതാക്കി ഉണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ കൂടെ അത് പോയിക്കാം. കാണിക്കണം എല്ലാരും ബീച്ചിൽ പോയിട്ടൊന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാരും ഇത് ഒരുങ്ങി പുറപ്പെട്ട് ടൂറൊക്കെ പോവാണ് ഗായ്സ്. നിങ്ങൾക്ക് കണ്ണേറായിട്ടായിരിക്കും കുത്തിട്ടുള്ള സൈഡില് ഓല മെയിൻ കപ്പൽ. ശരിക്കും നോക്കിയപ്പോ ആ വരുമ്പോ കയ്യുമ്പോ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കപ്പത്തിന് ഞാൻ പോയതൊക്കെ നോക്കി വേഗം അതൊക്കെ ഉണ്ട്. അവിടെ സേഫ് ആയിട്ടിരുന്നോളൂ, നമുക്ക് സഹായിക്കേണ്ടത്. ആ അതെ അതെ ആയിക്കോട്ടെ, നല്ലതാ, വെറുതെ അല്ല കഴിക്കായിരുന്നത്. കുട്ടികൾക്ക് ഒരു തുള്ളി ഭക്ഷണം കൊടുക്കാനും പറ്റാതെ ഒന്നുമില്ല. കോറ ഇറങ്ങിയതാ, കോറ ഇറങ്ങിയതാ. കുട്ടി കൊടുത്തപ്പോ മേടിച്ചതാ. ടൂർക്ക് കൂടെ
സമയത്ത് നോക്കുന്നല്ലോ 3:45 ഞങ്ങള് കറക്റ്റ് സമയത്ത് വേഗം ഇട്ടാവും. അതുകൊണ്ട് നമുക്ക് വയ്യ. ഈസിയായിട്ട് പിടിക്കണ ഒരാള് വേണം കേട്ടോ. എന്തൊരു മുക്കലൊക്കെ അല്ല ജിമ്മില് കട്ട പുറത്ത് ഞാനിന്നേ അതുകൊണ്ട് പോയിന്റ് ഹീൽസ് ഒന്നും ഇട്ടില്ല. എന്റെ ചെരുപ്പ് കംഫർട്ടബിൾ ആയിട്ടില്ല. ഞാൻ ഇതിന് ലിങ്ക് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ചെരുപ്പുണ്ടല്ലോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ആക്ച്വലി ഞാൻ വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ച ചെരുപ്പാണ് കേട്ടോ. പിന്നെ ബീച്ചിൽ കൂടെ നടക്കാനല്ല സുഖം. അപ്പൊ ഞാനിത് വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. എന്റെ ഈ ചെരുപ്പ് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വളരെ ടാഗ് ചോദിക്കുന്നത് രാജസ്ഥാനിൽ ഞങ്ങൾ വന്നു. ചോദിക്കണോ ഓഡിയൻസ് ഒക്കെ ഉണ്ണിക്കുട്ടൻ എവിടെ കാണാനുണ്ടല്ലോ. ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട് ഗൈസ്. ട്രിപ്പിലൊക്കെ ഇരുന്നു മൂന്നാറും ഒക്കെ ആയിട്ട്. ഇപ്പൊ വീണ്ടും നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ആളും ഭംഗിയിട്ടല്ലേ കാണുന്നത്. നാരായണി മുന്നിൽ നടക്കും, ഞാൻ പുറകെ വരുന്നുണ്ട്. ഓരോന്നും എസ്തെറ്റിക് ആയിട്ട് വെക്കുവോ? പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിപ്പത്തില് പണി വളരുന്നെന്ന്. അതായത് അതിന്റെ കൂടെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തതെന്ന്. പക്ഷെ അത് ഇച്ചിരി ഉടഞ്ഞു പോയെങ്കിലും സാധനം അടിപൊളിയായി കേട്ടോ. അതൊന്ന് തണുത്തപ്പോ ആ പത്തലൊക്കെ ഒന്ന് ഡ്രൈ ആയിരുന്നൊന്ന് കട്ടിയായി. അതിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണി വളയിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം നിരച്ചത് ഓർമ്മയുള്ളൂ. നല്ല എല്ലാരും ഫുള്ള് ചൂടപ്പം പോലെയാണ് സാധനം വിറ്റേ. അതൊന്ന് ചൂട് കാരണം കുറച്ച് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഉടഞ്ഞല്ലോ. പത്തിൽ ഉടഞ്ഞല്ലേ. അതാ ചൂടത്തിരുന്നിട്ടേ നല്ല വെന്തുണ്ടാവും. ഉള്ളത് പറഞ്ഞാലേ ഇതിപ്പോ ഇങ്ങനെ കിട്ടിയ വലിയ കിട്ടില്ല വിചാരിച്ചോ. ആകെ പണി പാളിയതായിരുന്നു. അത് പത്തല് കട്ട പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പത്തല് വെന്ത് അതിനകത്ത് സോഫ്റ്റ് ആയി ഇങ്ങനെ വിറക് അളക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പത്തല് സെപ്പറേറ്റ്. ഇതിന്റെ കയ്യൊന്ന് ടൂറല്ല ഗൈസ്, പിക്നിക് എന്നാ പറയാ. പണ്ട് പിക്നിക് എന്ന് പറഞ്ഞാൽ പിക്നിക് കഴിക്കണം. ഗുഡ് ബോയ്. നൊടി ഇടയില് വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലാം കാലിയായി. ഇനിയിപ്പോ പൈനാപ്പിളൊക്കെ കഴിഞ്ഞ വർഷം വീട്ടിൽ വന്നിട്ട് വന്ന പോലെ ഇത് ഒന്നുകൂടി രസല്ലേ. നല്ല രസമായി ഗൈസ്. ഇനി ബീച്ചിൽ പോകും. എല്ലാരും ചെയ്യാറൊക്കെ ഉണ്ടാവും. എന്നാലും നല്ലൊരു പ്ലാൻ ചെയ്യണം. കുഞ്ഞിപ്പന്തൽ ഇത്തോട്ട് ബാക്കിയാവുന്നു ഞാൻ കാലിയാവുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അയ്യോ മൂടികളോട് വേസ്റ്റിന്റെ കവർ കൊടുത്തോണ്ട് ഗൈസ് എല്ലാ വേസ്റ്റും നമുക്ക് കഴിക്കണം. ചില ഭാഗത്ത് ഭക്ഷണം കൊടുത്തിട്ട് വെച്ചോ. ഒന്നിനും ലാസ്റ്റ് കഴിക്കാം നമുക്ക് അല്ലേ. ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ട് കഴിക്കാം. മൂടനെടുക്കും അല്ല ഈ നീളല്ല. ആ പാട്ടോണാക്കി നേച്ചിപ്പൂടെ തിരക്കിട്ടിട്ടേ സാങ് സൗദി അറേബ്യയിൽ എത്തി വന്നു. സൗദി അറേബ്യയിൽ പോയി വന്നു, സ്മരിച്ചു. ആ സ്മരണ എപ്പോഴും കഴിഞ്ഞില്ല അതാ ഗൈസ്. അല്ല എന്റെ ലൈവ് വലവീശൽ കാണാം. ആ വലവീശലല്ല, മീൻ പിടിക്കാനുള്ള വലവീശൽ. വലവീശി പിടിച്ചൊരുത്തി അവിടെ ഉണ്ട്. ഇനി വേറെന്താ വല വീശാൻ പോവാ. അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഞാനും സുലു വീണ്ടും ഞങ്ങളെ കടലിൽ കുളിച്ചു കേട്ടോ. വെള്ളം കണ്ടാൽ വേണ്ടി ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് കുളിക്കണം. അങ്ങനെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്.
അത് പല്ലിറിക്സ് പാട്. എല്ലാരും മീൻ മേടിക്കാൻ നമ്മളെന്താ മറ്റേ വല്ല ഇവിടുന്നൊക്കെ വരുന്നവ. നമ്മുടെ നാട്ടിൽ മീനില്ലേ? അല്ല, നമ്മുടെ നാട്ടിൽ ബീച്ചില്ലല്ലോ അല്ലേ, പാലക്കാട്. സോ ഇവിടെ ഫ്രഷ് മീൻസ് കിട്ടുന്ന പറഞ്ഞൊരു ഗായ്സ്. ഇവിടെ ചാവക്കായോ ലോക്കായി നമ്മള് ഇവിടെ ഫിഷ് നല്ലതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫിഷ് മേടിക്കുന്നില്ല. എങ്ങനെ ഈസി ആക്കണ്ട മീൻ മേടിക്കാനാ?